സൂര്യ നമസ്കാരം ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നൊരു സംഭവമാണ് അല്ലേ? യോഗശാസ്ത്രത്തിൽ സൂര്യ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. സൂര്യൻ, ബാഹ്യമായ സൂര്യൻ നമുക്ക് എനർജി തരുന്നത്, പ്രപഞ്ചത്തിന് എനർജി തരുന്നത് സൂര്യൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സൂര്യനാഡിയും ചന്ദ്രനാഡിയും എന്ന് പറഞ്ഞ 2 നാഡികളുണ്ട്. നട്ടെല്ലിന് ഉൾഭാഗത്ത് സുഷുപ്ന എന്ന് പറഞ്ഞ നാഡി നമുക്കെല്ലാവരും സയൻസ് പഠിച്ചതാണ്. സയൻസിൽ പഠിക്കാത്ത ആയുർവേദത്തിലും മറ്റു യോഗശാസ്ത്രം ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട 2 നാഡികളാണ് പിംഗള നാഡി എന്ന് പറഞ്ഞ സൂര്യനാഡിയും നട്ടെല്ലിൻ്റെ ഇടതുഭാഗത്ത് സുഷുപ്ന നാഡിക്ക് ഇടതുഭാഗത്തുള്ള ചന്ദ്രനാഡിയും. സൂര്യനാഡി നമ്മുടെ ശരീരവും ചന്ദ്രനാഡി മനസ്സുമാണ്. അവിടെ ഈ സൂര്യനാഡിയെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഊർജ്ജസ്വലരായിരിക്കും. കുട്ടികളെ പോലെ തുള്ളിച്ചാടി ഏത് കാലത്ത് നമ്മൾ പ്രായമെത്തിയാലും മരണം വരെ നമുക്ക് ഓടിച്ചാടി കുട്ടികളെ പോലെ തുള്ളിച്ചാടി കളിക്കാൻ സാധിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിശീലനമാണ് സൂര്യ നമസ്കാരം ചെയ്യും. സൂര്യ നമസ്കാരം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അലസത വരില്ല, ഉറപ്പാണത്. സൂര്യ നമസ്കാരം ശരീരത്തിലെ സൂര്യനാടിനെ ഉത്തേജിപ്പിക്കുകയാണ്, പിംഗള നാടിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു പരിശീലനമാണ്. അപ്പോൾ ആ സൂര്യ നമസ്കാരം യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കാലഘട്ടത്തിൽ ഇതിന് ഒരു പ്രത്യേകത, സൂര്യനാടിനെ ഉത്തേജിപ്പിക്കുന്ന കുട്ടികൾക്ക് അവർ അലസത ഇല്ലാത്തൊരു സ്റ്റേജിൽ എത്തണമെങ്കിൽ സൂര്യ നമസ്കാരം ഒരു 6 തവണയോ 12 തവണ ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും അവൻ്റെ പഠന കാര്യങ്ങളിലോ അല്ല മറ്റു കാര്യങ്ങളോ അവൻ ഒരിക്കലും അലസതയ്ക്ക് വരില്ല. കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി അവന് സംജാതാവും. മാത്രമല്ല സൂര്യ നമസ്കാരം പ്രാണായാമം എന്ന ശ്വാസഗതിയും കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളെ ശരിയായി പ്രവർത്തിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പരിശീലനക്രമം കൂടിയാണത്. അതുമാത്രമല്ല നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കഴിവ് പരമാവധി ഉപയോഗിക്കാൻ പറ്റിയൊരു ശാസ്ത്രം കൂടിയാണത്, പരിശീലനക്രമമാണ്. ഇതിനൊക്കെ പുറമേ സൂര്യ നമസ്കാരത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ, ഈ നട്ടെല്ലിൻ്റെ ചലനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നട്ടിൽ വളയ്ക്കാനോ തിരിക്കാനോ പ്രയാസമാണ്. കുട്ടികളോട് ചോദിക്കൂ, ഓടിച്ചാടി ഈ കടുവയെപ്പോലെയും പൂച്ചയെപ്പോലും പട്ടിയെപ്പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ വേണമെങ്കിൽ കുട്ടികൾക്ക് തിരിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? നട്ടെല്ലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. നട്ടെല്ലിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറഞ്ഞ നാഡി നമ്മൾ നാനാഭാഗത്തും ശരീരത്തിൽ എത്തുന്ന നാഡി, ഈ നാഡിയൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരവസ്ഥ കിട്ടണമെങ്കിൽ നട്ടെല്ലിനെ നമുക്ക് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ സാധിക്കണം. നമ്മൾ കുട്ടിത്തൊക്കെ വിട്ട് കുറച്ചുകൂടി യുവത്വമൊക്കെ എത്തി IT ഫീൽഡിലും ഒരുപാട് രംഗത്തേക്ക് എത്തുന്ന സമയം നമുക്കതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ നട്ടെല്ല് സ്റ്റിഫാവും. ഇന്ന് കഴുത്ത് വേദന സ്പോണ്ടലൈറ്റിസ് ആയിട്ട് 70% പേരിലും ഇന്ന് സ്പോണ്ടലൈറ്റിസ് ഉണ്ട് ശരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടെല്ല് വേദനയും സ്പോണ്ടലൈറ്റിസ് കാൽമുട്ട് വേദനയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. 70%-ത്തിലധികം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. നട്ടെല്ലിനെ നമുക്ക് ശരിയായി ചലനം കൊടുക്കാൻ ചെറുപ്പം മുതൽ സാധിച്ചാൽ സൂര്യ നമസ്കാരം കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിൽ അവന് നട്ടെല്ല് വേദന വരൂല, സ്പോണ്ടലൈറ്റിസ് വരൂല. ഇങ്ങനെ ഓരോ ആസനങ്ങൾക്ക് അതിൻ്റെ പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് സയൻസാണ്. യോഗശാസ്ത്രം മനോഹരമായ സയൻസാണ്. ഇനി വേറെ ഒരു കാര്യം നമുക്ക് സമയമായിട്ടുണ്ടാവും അല്ലേ? വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നമുക്ക് മാനസിക സംഘർഷം, ഇന്നെല്ലാവരും നമുക്ക് കഷ്ടപ്പെടുന്ന മാനസിക സംഘർഷം തന്നെ. ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇന്നുള്ള രോഗങ്ങൾക്ക് ശരിക്ക് WHO പറയുന്നതില്ലേ 100% മാനസിക സംഘർഷമാണ് രോഗത്തിന് കാരണം. അപ്പോൾ മാനസിക സംഘർഷം രോഗത്തിന് കാരണമാണ്. ഒരാൾക്ക് മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് BP വന്നു, അല്ല പ്രമേഹം വന്നു, അല്ല മറ്റെന്തെങ്കിലും അസുഖം വന്നു, എന്തിനേറെ കഴുത്ത് തേയ്മാനം പോലും വന്നു, അയാൾക്ക് ശരീരത്തിന് പ്രയാസം വരും, നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങും. ശരീരത്തിൻ്റെ അവസ്ഥ സുഖപ്പെടുത്താൻ മരുന്ന് കഴിക്കും. ഈ രോഗത്തിൻ്റെ ആരംഭം എവിടെയാണുള്ളത്? മൂലകാരണം എവിടെയാണ്? മനസ്സല്ലേ. അവിടെ നമ്മൾ എന്താണ് BP മരുന്ന് കഴിക്കും? മനസ്സിൻ്റെ ആരോഗ്യം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? മരുന്ന് കഴിക്കാറുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ മരുന്നേറ്റ് കഴിയണ്ടേ?
കാരണം മനസ്സിൻ്റെ പ്രയാസമാണ്. നമ്മൾ മനസ്സിൻ്റെ പ്രയാസത്തിനൊന്നും കൊടുക്കുന്നില്ല, പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നിട്ട് കഴിയണ്ടേ? അവിടെ നമ്മൾ ചോദിക്കാറുള്ളത്, നമ്മുടെ ജീവിതകാലം മുഴുവനും മരുന്നേറ്റ് കഴിയേണ്ട കാര്യമുണ്ടോ? ഈ മരുന്ന് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ രോഗത്തിൻ്റെ മൂലകാരണത്തിൽ ചികിത്സ വേണം. ശരീരത്തിന് മാത്രം ചികിത്സിച്ച കാര്യമില്ല, ശരീരത്തിന് ചികിത്സ വേണം. ചികിത്സ എന്ത് വേണം എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ശരീരത്തിന് ചികിത്സ വേണം, അതേപോലെ തന്നെ മനസ്സിന് നമുക്ക് ചികിത്സ വേണം. ഇവിടെയാണ് ശരീരത്തിന് വേണ്ട കാര്യം കൊടുക്കണം, മനസ്സിന് വേണ്ട കാര്യം കൊടുക്കണം. അതിനിന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായത് യോഗശാസ്ത്രം തന്നെയാണ്. യോഗയെപ്പോലെ ഇത്രയധികം മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ശാസ്ത്രം ഏതാ ഉള്ളത്? അപ്പോൾ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ ഇന്ന് ലോകത്തിൽ കണ്ടുവച്ച ഏറ്റവും മഹത്തായ സംവിധാനം യോഗ പരിശീലനം തന്നെയാണ്. ഒരു ജാതിക്കും ഒരു മതത്തിനും സ്വീകരിക്കാതിരിക്കരുത് നേട്ടം എല്ലാവരും കൈകൂപ്പി വാങ്ങേണ്ട ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. ഏതൊരു മതവും മതത്തിൻ്റെ എന്താ വെച്ചാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ്. അതാണ് നമ്മൾ തലമുറയായി കൈമാറേണ്ടത്. നമുക്ക് ഇന്ന് അത് നമ്മുടെ നല്ല സംസ്കാരം, നല്ല ജീവിത രീതിക്ക്, നല്ല കാര്യങ്ങളിലേക്ക് അടുത്ത തലമുറയെ നമുക്ക് കൊണ്ടുപോകാൻ അത് ഒരു മതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ് തൊട്ട തലമുറയ്ക്ക് കൈമാറേണ്ടത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ അത് ഏതൊരു മതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ വിഭാഗത്തിനും അതിൻ്റെ സംസ്കാരം നിലനിർത്താൻ നമ്മൾ ആചരിച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയാണ്. അത് തർക്കമല്ല, ഓരോ ആൾക്കും സ്വീകരിക്കാമല്ലോ. വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും കൈമാറണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊടുത്തെങ്കിലേ കൈമാറാൻ പറ്റുള്ളൂ. ഈ ഒരു ശാസ്ത്രം ആരോഗ്യത്തിൻ്റെ, നമ്മൾ ആരോഗ്യം എടുത്താൽ മതി, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ബുദ്ധിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ശാസ്ത്രം ഭാരതത്തിൽ ഉടലെടുത്ത ഈ ഒരു മഹത്തായ ശാസ്ത്രം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കഴിവ് വികസിക്കാൻ പറ്റുന്ന ഇത് മഹത്തായ ശാസ്ത്രം യഥാർത്ഥത്തിൽ ഒരു ചർച്ചാ വിഷയം ആകേണ്ട ഒരു ശാസ്ത്രം അല്ല. ഇത് ചർച്ചകൾക്ക് അതീതമായ ശാസ്ത്രമാണ്. ചർച്ച ചെയ്യപ്പെട്ട് ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ശാസ്ത്രം അല്ല ഇത് ശരിക്കും. എന്നാലും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചർച്ച ഒരു അടിസ്ഥാന കാര്യങ്ങളാണ്. ഇത് അതിനും അപ്പുറത്തുള്ള മഹത്തായൊരു ശാസ്ത്രമാണ്. നമ്മളത് സന്തോഷത്തോടെ അത് കൈകൂപ്പി സ്വീകരിക്കുക, പരിശീലിക്കുക. ഗുണം ഉണ്ട് എന്ന് തോന്നിയാൽ പരിശീലിക്കുക, ഇല്ല എങ്കിൽ നമ്മൾ തള്ളുക. എല്ലാവർക്കും നമസ്കാരം, നമസ്തേ.